നമ്മൾ ഇന്നത്തെ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ജമ്മു വരെ രാജധാനിയുടെ ഫസ്റ്റ് AC-ലുള്ള യാത്രയാണ്. ശരിക്കും നമ്മൾ 2 ട്രെയിനിലായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നിസാമുദ്ദീനിലേക്ക് പോകുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിലോടുന്ന രാജധാനി എക്സ്പ്രസ്സിലെ ഫസ്റ്റ് AC-യിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. ട്രെയിൻ ഇവിടെ നിന്ന് രാത്രി 7:15 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു സ്റ്റേഷനിൽ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4 പോവുകയാണിത്. സെൻട്രൽ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 4 കയറി അങ്ങോട്ട് കൂടെ നടന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. നമ്മൾ ട്രെയിൻ അടുത്തെത്തി. നമ്മുടെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തുണ്ടായിരുന്ന 3rd AC കോച്ചുകളായിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് AC കോച്ച് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2nd AC-യുടെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോകണം. ഫസ്റ്റ് AC ഇനിയും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയാലേ എത്തത്തുള്ളൂ. അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് H1 എന്ന് പറയുന്ന ഫസ്റ്റ് AC-യുടെ കോച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. H1 G എന്ന് പറയുന്ന കൂപ്പയാണ് ഫസ്റ്റ് AC-യുടെ കോച്ച്. H1ഉം H2ഉം 2 ഫസ്റ്റ് AC കോച്ചുണ്ട് എഞ്ചിൻ്റെ തൊട്ട് ബാക്കിലായിട്ട്. അതിൽ രണ്ടാമത്തെ കോച്ചാണ് H1. H2 ആണ് ഏറ്റവും ഫ്രണ്ടിലുള്ള കോച്ച്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് H1 കോച്ചിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ അകത്ത് കയറി സാധനം വെക്കാം, എന്നിട്ട് ഫ്രണ്ടിലേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ H1 കോച്ചിൻ്റെ അകത്ത് കയറി. G കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ എത്തിയപ്പോൾ ഇതാണ് കമ്പാർട്ട്മെൻറ്റ്. 2 പെർത്ത് മുകളിലും താഴെയായിട്ടുണ്ട്. കൂപ്പയാണിത്. ഡോറുണ്ട് ലോക്ക് ചെയ്യുന്നത്. നമുക്കുള്ള പിലോയും ബ്ലാങ്കറ്റും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടിയൊക്കെ അതിൻ്റെ അടിയിലേക്ക് വെക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് പോകുന്ന പ്രൈവറ്റ് റൂമാണിത്. ബ്ലാങ്കറ്റും അതുപോലെ തന്നെ പില്ലോയും അതുപോലെ നമുക്കുള്ള ഷീറ്റും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് തന്നെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിന് താഴെ നിന്ന് കയറി പോകാനുള്ളൊരു പടിയും ഉണ്ട് മുകളിലത്തേക്ക് കിടക്കുന്ന ആളിന്. ഇതാണ് നമ്മുടെ കൂപ്പയുടെ അകത്തെ വ്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് AC-യുടെ കൂപ്പയുടെ വ്യൂ എന്ന് പറയുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് വളരെ പ്രൈവസിയും ഒക്കെ ഉള്ളതാണ്. അതിനകത്ത് 2 സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ അഡീഷണലായിട്ട് ഒരു ചെറിയ സൈഡ് ടേബിൾ പോലുള്ള ഒരു പുറമേയായിട്ട് 2 സ്റ്റാൻഡും കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. നീറ്റായിട്ട് തന്നെയാണ്. ഒരു വേസ്റ്റ് ബിന്നും അതിനകത്ത് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് ബിന്ന്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വെളിയിലേക്കൊന്ന് നടന്ന് 4 ബർത്തുള്ള അതിൻ്റെ വ്യൂ നടക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതാണ് 4 ബെഡുള്ള ഫസ്റ്റ് AC-യുടെ കൂപ്പെ. 4 ഫാമിലി അടക്കം പോവുകയാണെങ്കിൽ നമുക്ക് ഈ 4 എണ്ണമുള്ള ഈ ഇത് ബുക്ക് ചെയ്യാം. എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് തലയണയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം താഴെ അത് നമുക്ക് മടക്കിയിടാവുന്ന രീതിയിൽ ഫസ്റ്റ് AC നല്ല വീതിയുള്ള ബർത്താണ്. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ മടക്കിയിടാവുന്ന രീതിയിൽ വലിയൊരു ബർത്തിൻ്റെ പോർഷനൊക്കെ താഴെയുണ്ട്. പിന്നെ നേരത്തെ കണ്ടുകൊണ്ട് വേസ്റ്റ് ബിന്നൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ തിരിച്ച് നടന്ന് വെളിയിലേക്ക് ഒന്ന് പോന്നിട്ട് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. തിരിച്ച് വന്നിട്ട് ഫസ്റ്റ് AC-യുടെ കൂപ്പെ കോച്ചാണ്. അവിടുന്ന് 2-3 കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കയറിയതാണ് കൂപ്പെ കോച്ചിൽ. എന്തായാലും ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങി നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്ത് വന്ന സമയത്ത് ഇതാണ് ഫസ്റ്റ് AC-യുടെ ഫസ്റ്റ് കോച്ച്, എഞ്ചിനോട് ചേർന്നുള്ള കോച്ച്. അങ്ങനെ കറക്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വിട്ടു. നമ്മൾ അടുത്ത സ്റ്റോപ്പ് കൊല്ലത്താണ്. നമ്മൾ കറക്റ്റ് 7:15 തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് സെൻട്രൽ സ്റ്റേഷൻ്റെ നെയിം ബോർഡൊക്കെ കണ്ടു. നമ്മളങ്ങനെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിടുമ്പോൾ തന്നെ അവിടെ കുറേ ആളുകൾ ഇന്ന് രാജധാനിയുടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കോച്ചും ബാക്കി കാര്യങ്ങളും ശരിക്കും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ട്രെയിനാണിത്. നമുക്ക് കയറി ഉടനെ തന്നെ ഒരു ബോട്ടിൽ മിനറൽ വാട്ടറൊക്കെ തന്നു. റെയിൽ നീർ ആണ് തന്നത്. അതിനുശേഷം നമുക്കൊരു സൂപ്പ് കൊണ്ടു തന്നു. സൂപ്പും അതുപോലെ തന്നെ സൂപ്പിൻ്റെ സ്റ്റിക്കുമായിട്ടുള്ള സൂപ്പ് സ്റ്റിക്ക് കൊണ്ടു തന്നു. ഒരു
ടൊമാറ്റോ സൂപ്പ്, പിന്നെ നമുക്ക് ബട്ടർ, ഇതെല്ലാം കൂടെ ഒരു ഇതിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കയറി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നു. പിന്നീട് അവർ ചൂടുവെള്ളം കുറച്ച് കഴിഞ്ഞാണ് ചൂടുവെള്ളം കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിത് സൂപ്പൊക്കെ മിക്സ് ചെയ്തു. സൂപ്പ് പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമല്ല, വേറെ ഏതോ ഒരു കമ്പനിയാണ്, കമ്പനി കേട്ടിട്ടില്ല, ഏതോ ഒരു കമ്പനിയാണ് വന്നത്. പ്രീമിയർ വണ്ടിയിലെ ആയിട്ടുള്ള വണ്ടിയുടെ രാജധാനി, അതിൽ സൂപ്പർ ബ്രാൻഡഡ് കമ്പനിയുടെ സൂപ്പൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ സൂപ്പൊക്കെ കഴിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ട്രെയിൻ ആ സമയത്ത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. കൊല്ലത്ത് ഏകദേശം 15-20 മിനിറ്റോളം ലേറ്റായിട്ടാണ് കൊല്ലത്ത് എത്തിച്ചേർന്നത്. അങ്ങനെ കൊല്ലത്തുനിന്ന് ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുകയാണ് കൊല്ലം സ്റ്റേഷനിലെ കാഴ്ചയുള്ളത്. ഇപ്പോൾ രാത്രി ഒരു 8:30 മണിയായിട്ടുണ്ട്. 8:30 കൊല്ലത്ത് എത്തിയപ്പോഴത്തേക്ക് 8:30 കഴിഞ്ഞു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതിലേക്ക് കയറാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കൊല്ലത്ത്. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി കൊല്ലത്തുനിന്ന് ഏകദേശം ഒരു 7:15 ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു. പക്ഷേ ലേറ്റായിട്ടാണ് വന്നത്. കൊല്ലം വിട്ട് നമുക്ക് ഡിന്നർ എത്തി. ഇതാണ് ഡിന്നർ വന്നപ്പോൾ ഉണ്ടായിരുന്ന അതിൻ്റെ കാഴ്ച. അപ്പോൾ അതിലൊരു ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു, എനിക്ക് വന്നതാണ്. പിന്നെ വേറൊരു പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ അതിലും ചിക്കൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത്, വേറൊരു ടൈപ്പ്. പിന്നെ ഒരു പൊട്ടറ്റോയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ റൈസ്, പിന്നീടുണ്ടായിരുന്നത് ചപ്പാത്തി. ഇത് ഇത്രയാണ് ഉണ്ടായിരുന്നത്. ഇത് ഇറ്റ്സ് ഓക്കെ, നമുക്ക് കഴിക്കാം. ഭയങ്കര സംഭവം ലക്ഷൂറിയസ് ഒന്നും ആയിട്ട് തോന്നിയില്ല എനിക്ക്. നോർമലി ഒരു ട്രെയിനിലേക്ക് കിട്ടുന്ന കാറ്ററിംഗ് ഫുഡിൻ്റെ ക്വാളിറ്റി ആയിരുന്നു. പക്ഷേ ഇത് രണ്ടും തന്നില്ലായിരുന്നു എനിക്ക്. കേർഡും പിന്നെ ഒരു സ്വീറ്റ്സും ഉണ്ടായിരുന്നു. സാധാരണ അത് കിട്ടുമായിരുന്നു. എന്നിട്ട് അവിടെ നമ്മൾ ടോയ്ലറ്റിൻ്റെ വിഷ്വൽസൊക്കെ നടക്കാൻ വേണ്ടി പോയി. ഇതാണ് ട്രെയിനിൻ്റെ ടോയ്ലറ്റിൻ്റെ കാഴ്ച. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ടോയ്ലറ്റിൻ്റെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. എന്തായാലും ഒരുപാട് പേര് യൂട്യൂബേഴ്സൊക്കെ ഇട്ടേക്കുന്ന സംഭവം തന്നെയാണ് ഈ കാഴ്ചകൾ. നമ്മളവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന പയ്യൻ വന്ന് വീണ്ടും ക്ലീൻ ചെയ്തു. അങ്ങനെ നമ്മൾ ട്രെയിന് കായംകുളം സ്റ്റേഷനിൽ കൂടെ കടന്നു പോവുകയാണ്. കായംകുളത്ത് സ്റ്റോപ്പില്ല. എന്തായാലും കായംകുളത്തൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിൽ കൂടെ. ഇതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ സമയത്തിനേക്കാൾ ഏകദേശം 1/2 മണിക്കൂറോളം വൈകി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. ആലപ്പുഴ സ്റ്റേഷനിൽ ലേറ്റായിട്ട് 10 മണിയൊക്കെ ആയി എത്തിയപ്പോൾ. നമ്മുടെ ഈ ഒരു യാത്ര വീഡിയോ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ജമ്മുവിലേക്ക് രാജധാനി എക്സ്പ്രസ്സിലുള്ള 2 രാജധാനി എക്സ്പ്രസ്സിലുള്ള യാത്രയുടെ 1ാമത്തെ വീഡിയോ കൂടെ നിർത്തിയാണ്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ. അപ്പോൾ നമ്മൾ ആലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത പാർട്ട് വീഡിയോയിൽ നമുക്ക് നാളെ രാവിലത്തെ കാഴ്ചകളായിട്ട് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ബെഡെല്ലാം വിരിച്ച് കിടക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത പാർട്ടിൽ കാണാം. ഗുഡ് നൈറ്റ്. See you in the next video.